വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശമെന്നോ അഭിപ്രായമെന്നോ ഒക്കെ പറയാവുന്ന ഒരു വസ്തുത കൂടി തൻ്റെ ഈ രോഷപ്രകടനത്തിൽ ബലരാമൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അനുഭവത്തിലെ ഈ സുകൃത ദുഷ്കൃത വിപര്യം എന്നുവെച്ചാൽ നന്മ ചെയ്ത ആളിന് തിന്മ അതിൻ്റെ കർമ്മഫലമായിട്ട് വരിക, തിന്മ ചെയ്ത ആളിന് നന്മ അതിൻ്റെ കർമ്മഫലമായിട്ട് വരിക, അധർമ്മിഷ്ഠൻ ജീവിത സുഖങ്ങൾ അനുഭവിക്കുക, അനീതിമാൻ രാജ്യം ഭരിക്കുക, ജനങ്ങളെ ഭരിക്കുക, ധർമ്മിഷ്ഠൻ രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനാവുക, നീതിമാൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കാനനവാസികളുടേതുപോലെയുള്ള ജീവിതം നയിക്കുക. ഇത്തരമൊരു വ്യക്തി അനുഭവം, ഈ രണ്ട് വ്യക്തി അനുഭവങ്ങൾ ജനങ്ങൾക്ക് വിപരീത ദൃഷ്ടാന്തമായി തീരുകയില്ലയോ എന്നതാണ് ബലരാമൻ ഊന്നൽ കൊടുക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ഒരു മാനം. വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും സമൂഹ ജീവിതത്തിനും രാഷ്ട്രജീവിതത്തിനും ലോകജീവിതത്തിനും ഇതൊരു വിപരീത മാതൃകയാവുകയില്ലയോ? ഇത് ജനങ്ങൾക്കും അനുകരിക്കാവുന്നതാണല്ലോ. അധർമ്മം ചെയ്ത് ജീവിച്ചാലും സുഖമായി ജീവിക്കാം. എന്തധർമ്മം ചെയ്തും ഭൗതികമായ സുഖങ്ങൾ വാരിക്കൂട്ടിയാൽ മതി. എന്ത് അസത്യവും പറയാം, സത്യം പരിപാലിക്കേണ്ടതില്ല, ധർമ്മം അനുഷ്ഠിക്കേണ്ടതില്ല, നീതി ശ്രദ്ധിക്കേണ്ടതില്ല, ന്യായം നോക്കേണ്ടതില്ല. ഇതൊന്നും നോക്കാതെയും ഗവനിക്കാതെയും ജീവിച്ച ദുര്യോധനൻ രാജ്യത്തിൽ വാഴുകയും ഇതെല്ലാം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ജീവിച്ച ധർമ്മപുത്രർ രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായി കാട്ടിൽ കിടന്ന് കുടുംബസമേതം സഹോദരന്മാരോടുകൂടി ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നത് ജനങ്ങൾക്ക് സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും ന്യായത്തോടുമൊക്കെയുള്ള ആഭിമുഖ്യം ഇല്ലാതെയാവുന്നതിനുള്ള വിപരീത ദൃഷ്ടാന്തമാവുകയില്ലയോ? അതിനെക്കുറിച്ച് മാധവ, നീ ലോകജീവിതത്തിൻ്റെ പൊരുളറിയുന്നവനല്ലയോ? നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താണ് ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കാത്തത്? ഇതൊരു സർവകാല പ്രസക്തിയുള്ള ഒരു ചോദ്യമല്ലേ? ചോദ്യമാണ്. എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഒരു ചോദ്യമാണ്. എല്ലായ്പ്പോഴും ചരിത്രത്തിൽ തിന്മ കാര്യം നേടുന്നതായിട്ടാണ് ചരിത്രത്തിൻ്റെ ബാഹ്യമായ വർണ്ണം, ബാഹ്യമായ നിറം. ചരിത്രത്തിൻ്റെ തൊലിപ്പുറത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക തിന്മ ജയിക്കുന്നു എന്നാണ്. തിന്മയ്ക്ക് തിന്മയുടേതായ സ്ഥാനം ചരിത്രത്തിൻ്റെ പുരോഗതിയിലും മനുഷ്യൻ്റെ ജീവിത പുരോഗതിയിലും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. കാരണം തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം സാധ്യവുമല്ല. തിന്മയും ഒരു ക്രിയാത്മകമായ രൂപം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള വേർതിരിവില്ല. ഏറ്റവും ഊർജവത്തായതുകളുടെ കൂട്ടത്തിൽ വലിയ ചൂതാളിയെയും പെടുത്തും. ചൂതുകളി ഒരു നന്മയാണെന്ന് പറയാൻ സാധ്യമല്ലല്ലോ. അപ്പം നന്മ തിന്മകളുടെ വേർതിരിവ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നിഷ്കർഷയോടുകൂടി നടത്തിയിട്ടില്ല. മനുഷ്യജീവിതത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് നന്മ തിന്മകൾ വേർതിരിക്കുന്നത് കൊള്ളാം എന്നല്ലാതെ നന്മ തിന്മയെ വേർതിരിച്ചുകൊണ്ടുള്ള ജീവിതമല്ല ഭഗവത്ഗീത വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ധർമാനുഷ്ഠാനത്തിൽ തിന്മയും പെടും. ഇപ്പം അമ്മയെ കൊല്ലുന്നത് നന്മയാണെന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? പറയാനൊക്കില്ല. അവതാരപുരുഷൻ കൂടിയായ ഭാർഗവരാമൻ അമ്മയെ കൊന്നു. അത് കൊലപാതകിയെന്ന് അദ്ദേഹത്തെ ആരും വിളിച്ചില്ല.
അദ്ദേഹത്തെ അന്നത്തെ രാജാവ് പിടിച്ച് ശിക്ഷിച്ചില്ല അമ്മയെ കൊന്നതിൻ്റെ പേരിൽ. അതിന് ധർമാനുഷ്ഠാനത്തിൻ്റെ ഒരു മാനം വരികയാണ് ചെയ്തത്. അമ്മയെ കൊന്നതിൽ എന്ത് ധർമാനുഷ്ഠാനമെന്ന് നാം മമതാബന്ധത്തിൻ്റെ കെട്ടുകളിൽപ്പെട്ട് ഉഴലുന്നവരായതുകൊണ്ട് തോന്നാം. അമ്മയെ കൊല്ലുന്നതിൽ ധർമാനുഷ്ഠാനമുണ്ട്. അത് പറയാൻ ആളുകൾ മടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വ്യാസനാ മടിയില്ല, പറയാൻ മടിക്കുന്ന ആളല്ല. എന്താ കാരണം? ലോക ജീവിതത്തിൽ നിന്ന് സുഖം എന്ന് പൊതുജനം കരുതുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യനും കരുതുന്ന ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ജീവിതം തന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ളതല്ല. പിന്നെ എന്തുകൊണ്ടാണത് വഹിക്കുന്നത്? അത് ജനനപരമായ ചില കാരണങ്ങൾ കൊണ്ട് വഹിക്കുകയാണ്. ജനിച്ചത് കൊണ്ട് ജീവിതത്തെ വഹിക്കുന്നു, ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് സത്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. ഏത് വലിയ ചിന്തകനായാലും വിമർശകനായാലും സത്യാന്വേഷകനായാലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ന്യൂട്ടൻ്റെ കാര്യം, വസ്തുതകൾക്ക് ആപേക്ഷികത്വമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഭാവനയിൽ തോന്നിയിരുന്നു. പക്ഷെ അന്നത് പറഞ്ഞാൽ, അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ അത് എവിടെ പോയി നിന്നേനെ? സാമാന്യ ആപേക്ഷിക സിദ്ധാന്തത്തിൽ, ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ ചെന്ന് അദ്ദേഹം മുട്ടിയേനെ. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തില്ല, പേടിച്ചിട്ടാണ്. എന്താ പേടിച്ചത്? സാധാരണമായൊരു ഭീതിയല്ല, മതഭീതിയാണ്. പിന്നെ ദൈവശാസ്ത്രപരമായ ഭീതി. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് താൻ വികസിപ്പിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന തിയറി, സിദ്ധാന്തം എതിരാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സത്യത്തിൻ്റെ നേരെ അദ്ദേഹം കണ്ണടച്ച് കളഞ്ഞു. രണ്ട് തരത്തിൽ ആണ് പുരോഗതി വരുന്നത്. ഒന്ന്, തൽക്കാലത്തെ പരിതസ്ഥിതികളെ മുഴുവനും ഉല്ലംഘിച്ചുകൊണ്ട് ഒരുത്തൻ അയാളുടെ ബുദ്ധിപരമായ അന്വേഷണത്തിൻ്റെ ഫലം വിളംബരം ചെയ്യുമ്പോൾ അയാൾക്ക് കുഴപ്പമുണ്ടാകുമെങ്കിലും സമൂഹവും രാജ്യവും ലോകവും പുരോഗമിക്കും ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നൊന്ന്, തൽക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാതെ അതിന് വിധേയമായിരിക്കും. അങ്ങനെ വിധേയമായിരുന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമില്ലാതിരിക്കും. പക്ഷെ അത് പുരോഗതിയാണോ അല്ലയോ എന്ന് പറയാനൊക്കില്ല. അപ്പോൾ അദ്ദേഹം അതിലേക്ക് പ്രവേശിച്ചില്ല. അപ്പോൾ സത്യം പറയാൻ മടിച്ചു. ഈ സത്യം പറയാനുള്ള വൈമുഖ്യം പലപ്പോഴും പല കാലത്തെയും ധൈഷണികന്മാർക്കും ചിന്തകന്മാർക്കും ജ്ഞാനികൾക്കും ഋഷികൾക്കും സത്യാന്വേഷകന്മാർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറിനെ അനുകൂലിക്കുന്നതാണ് കർത്തവ്യം എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ലോകപ്രശസ്ത ചിന്തകനായ മാർട്ടിൻ ഹൈഡഗർ. അനുകൂലിച്ചു. ലോകത്തിലെല്ലാവരും അസാധാരണ ബൗദ്ധികമായ ഔന്നത്യവും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റാരും കാണാത്ത തരത്തിലുള്ള കാഴ്ചകൾ കാണാനുള്ള ജന്മസിദ്ധമായ ഔത്സുക്യവും അതിനുള്ള വൈദഗ്ധ്യവും ഉള്ള ആളായിരുന്നു മാർട്ടിൻ ഹൈഡഗർ. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ ചെന്ന് ഹിറ്റ്ലറിൻ്റെ ഈ സ്വേച്ഛാധിപത്യ പ്രവണതകളെ അനുകൂലിക്കും എന്ന് ആരും വിചാരിക്കില്ല. അനുകൂലിച്ചു. അതാണ് ഉത്തമം, അതാണ് തനിക്ക് ചെയ്യാനുള്ള ചരിത്രപരമായ കർത്തവ്യം എന്ന് അദ്ദേഹം നിശ്ചയിക്കുകയും അങ്ങനെ നിശ്ചയിച്ചിട്ട് അത് വേണ്ടെന്ന് വയ്ക്കുകയല്ലേ ഉണ്ടായത്. അത് വേണ്ടെന്ന് വയ്ക്കുന്നവരുമുണ്ട്, വേണ്ടെന്ന് വെച്ചവരുണ്ടായിരുന്നു, ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും. ഈ അധികാര സ്ഥാനങ്ങൾ ബുദ്ധിയെ കൈയടക്കുന്ന, ബുദ്ധിപരമായി ചിന്തിക്കുന്നവരെ കൈയടക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും അധികാരികൾക്കുണ്ട്. അതുപ്രകാരമല്ലേ ഇത് സംഭവിച്ചത്. ഇത് ഇദ്ദേഹം സ്വേച്ഛയാ ചെയ്തതാണ്, സ്വന്തം ആഗ്രഹപ്രകാരം ചെയ്തതാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടു പോയപ്പോൾ ചിലരൊക്കെ സ്ഥലം വിട്ടുപോയി, ചിലരൊക്കെ ജയിലിൽ കിടന്നു, ചിലരെയൊക്കെ കൊന്നു, ചിലരൊക്കെ അംഗഭംഗം വരുത്തി. ഹിറ്റ്ലറുടെ ആളുകൾ, ഹിംലറുടെ നേതൃത്വത്തിലുള്ള ഹിംസക സംഘം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യകർത്താവായിരുന്നു ഹിംലർ. അങ്ങനെയുള്ളവരെ വകവരുത്തുന്നതിനുള്ള ജോലി അദ്ദേഹത്തിനായിരുന്നു.
അങ്ങനെ അദ്ദേഹം പലതരത്തിൽ വകവരുത്തിക്കൊണ്ടിരുന്നു. നാട് കടത്തിയത് കൂടാതെ ഐൻസ്റ്റൈന് നാട് വിട്ടു പോകേണ്ടി വന്നതും അതുകൊണ്ടാണ്. പക്ഷേ ഇദ്ദേഹം അനുകൂലിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും അതാണ് വസ്തുത എന്ന് ധരിക്കുകയും ചെയ്തു. അതാണ് വേണ്ടതെന്നും അദ്ദേഹം കരുതി. അതിനെതിരായിട്ട് ചെയ്തില്ല. ഇതിനെതിരായിട്ട് ചെയ്ത പലരും പൊതുജനങ്ങളെ ഭയപ്പെട്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ പൊതുജനങ്ങളെ ഭയപ്പെടുന്നതാണോ ഉത്തമം, സ്വേച്ഛാധിപതിയെ ഭയപ്പെടുന്നതാണോ ഉത്തമം എന്ന് ചോദിച്ചാൽ രണ്ടും ഉത്തമമല്ലെന്നേ പറയാനൊക്കൂ. അപ്പോൾ മാർട്ടിൻ ഹൈഡഗർ ചെയ്തതുപോലത്തെ ഒരു തെറ്റ് തന്നെയാണ് ഹിറ്റ്ലർ ഉപേക്ഷിച്ച് പോയ ആളുകളും ചെയ്തത്. ഹിറ്റ്ലർ ഉപേക്ഷിച്ച് പോയിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള സാധ്യത തൻ്റെ കണ്ടുപിടുത്തത്തിലുണ്ട് എന്ന് അമേരിക്കയിലെ ഭരണകൂടത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആര് ചെയ്തത്? ഐൻസ്റ്റൈൻ ചെയ്തത്. ഈ പറഞ്ഞ ഈ പുരോഹിത വർഗത്തിന് അല്ലെങ്കിൽ മതത്തെ ഭയന്നിട്ട് ഈ സത്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ മറച്ചു വെക്കുന്ന പ്രവണത, ഇപ്പോൾ കോപ്പർനിക്കസിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് ഭാരതത്തിലുണ്ടായിട്ടുണ്ടോ? ഭാരതത്തിൽ സാധാരണ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ സത്യാന്വേഷകന്മാർ ജീവിതം എപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവരായിരുന്നു. ഒന്ന്, പിന്നെ കഴിയുന്നത് സന്യാസിയെ ഇവിടെ ഉപദ്രവിക്കില്ല. ഒരു പ്രത്യേക ജീവിതം നയിച്ചവരാണ് ഇവിടുത്തെ സത്യാന്വേഷകന്മാർ. അവരുടെ സന്യസ്ത ജീവിതമായിരുന്നു. സന്യസ്ത ജീവിതമായിരുന്നത് കൊണ്ട് മാത്രവുമല്ല രാജാക്കന്മാരെ അവർ ഉപദ്രവിക്കാഞ്ഞത്. എന്നിട്ട് രാജാക്കന്മാർ ഉപദ്രവിച്ചതിന് ഉദാഹരണങ്ങൾ നമുക്ക് പുരാണത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇപ്പോൾ ജമദഗ്നിയെ കാർത്തവീര്യാർജുനൻ വന്ന് കൊന്നു കളഞ്ഞു. ശാന്തനായ മഹർഷിയാണ്. അദ്ദേഹത്തിന് എല്ലാ ആയുധവിദ്യകളും അറിയാം. ജമദഗ്നിക്ക് അറിഞ്ഞുകൂടാത്ത എന്താ ആയുധവിദ്യയാണ് അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്? ശപിക്കാം അദ്ദേഹത്തിന്. ശപിച്ചുമില്ല. കൊല്ലാൻ അദ്ദേഹം ഇരുന്ന് കൊടുത്തു. പിന്നെ എതിർക്കുന്ന ആളെയല്ല, ഒന്നിനെ എതിർക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ശപിച്ചുമില്ല. ശപിക്കാനുള്ള കഴിവുണ്ടായിരുന്നതും രാജാക്കന്മാർക്ക്, ഭരണകൂടത്തിന് അന്നത്തെ സത്യാന്വേഷകന്മാരുടെ മേൽ കുതിര കയറുന്നതിന് തടസ്സമായിരുന്നു. അത് അവരെ ഒഴിവാക്കുന്നതിന്, സത്യാന്വേഷകന്മാരെ ഭരണകൂടം ഒഴിവാക്കിയതിന് അത് പ്രധാനമായ ഒരു കാരണമാണ്. ശാപം കൊണ്ട് തെളിച്ചു കളയാം അവരുടെ രാജ്യത്തെയും അവരുടെ ഒരു ജനതയെയും എന്ന് വിശ്വസിച്ചിരുന്നു. ശാപത്തിൻ്റെ അർത്ഥം എന്തായാലും, ശാപത്തിൻ്റെ ആർത്ഥിക മാനങ്ങളിലേക്ക് വരുമ്പോൾ ശാപം ഒരു ബിംബഘടന മാത്രമാണ്. ശാപം ഒരു പ്രതീകം മാത്രമാണ്. എന്നാലും ശാപം കൊണ്ട് ഒരുത്തൻ്റെ ജീവിതത്തെ തുലയ്ക്കാൻ സാധിക്കുമെന്നുള്ള അന്നത്തെ രൂഢമൂലമായ വിശ്വാസം കൊണ്ട് സന്യാസിമാരെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് സത്യം കണ്ടാൽ അവർക്ക് പറയാം, അവർ പറയും. അവർ പുരസ്കാരങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. ശാസ്ത്രജ്ഞന്മാരുടെ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം ആഗ്രഹിക്കുന്നവരല്ല. അതിൽ അംഗത്വം കിട്ടാഞ്ഞിട്ട് വിഷമിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. എന്നുവെച്ചാൽ എന്താണ്, സർവകലാശാലയിൽ കൂടി അല്ലാതെ വന്നിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കൊക്കെ ഇതിൽ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം കിട്ടാൻ വലിയ വിഷമമാണ്. വലിയ ശാസ്ത്രജ്ഞന്മാരിൽ പലരും സർവകലാശാലയിലൂടെ കടന്നു വന്നവരുമല്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അവിടെ ഉള്ളവരോ, ശാസ്ത്രജ്ഞന്മാരവിടെ രണ്ടു കൂട്ടരും ചെയ്യുന്ന, ഋഷിമാരും ശാസ്ത്രജ്ഞന്മാരും ചെയ്തിരുന്നത് ഒരേ തൊഴിൽ തന്നെയായിരുന്നെങ്കിലും, ഒരേ അന്വേഷണ രീതി തന്നെയായിരുന്നെങ്കിലും ഒരു കൂട്ടർ ജീവിതത്തെ തിരസ്കരിച്ചവരാണ്. ജീവിതത്തെ ക്രിയാത്മകമായി തിരസ്കരിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് അധികാരശക്തിയെ ഭയപ്പെടേണ്ടതില്ല. മരണത്തെ ഭയപ്പെട്ടാലേ അധികാരശക്തിയെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഒരു അധികാരിക്ക് ഏറ്റവും കൂടുതൽ ചെലുത്താവുന്ന ശക്തി എന്താണ്? കൊന്നുകളയും എന്നുള്ളതാണ്. മരണത്തിൽ ഭയമില്ലെങ്കിൽ ഈ കൊന്നുകളയും എന്ന് പറയുന്നവനെ ആര് പേടിക്കും? അതായിരുന്നു ഋഷിമാരുടെ സവിശേഷത. അങ്ങനെ ഋഷിമാർ ത്യക്തജീവിതന്മാരായിരുന്നു. ത്യാഗമായിരുന്നു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ അല്ലാത്തവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്നല്ല. എങ്കിലും സാങ്കല്പികമായും സൈദ്ധാന്തികമായും വേണമെന്ന് വെച്ചിരിക്കുന്നത് ഋഷിമാരൊക്കെയും സത്യാന്വേഷകന്മാരൊക്കെയും എന്ത് തരത്തിലുള്ള ജീവിതം നയിക്കണമെന്നാണ്? ത്യക്തമായ ജീവിതം നയിക്കണമെന്നാണ്. ത്യജിച്ചു കളഞ്ഞ ജീവിതത്തെ അവർക്ക് ലോകസംഗ്രഹത്തിന് വേണ്ടി തുടരാം. അവർ ജീവിതം നേരത്തെ ത്യജിച്ചതാണ്. എന്താണ് ജീവിതത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? സുഖങ്ങളെ ത്യജിക്കുക എന്നാണ്. അപ്പോൾ സുഖത്യാഗം ചെയ്തവരാണ്. അവർക്ക് പിന്നെ മറ്റു തരത്തിലുള്ള ഭീഷണികളെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലാതിരുന്നതുകൊണ്ടും അവർക്ക് ഭരണകൂടത്തെ ശപിച്ചു തുലയ്ക്കാൻ കഴിവുണ്ട് എന്ന് ഭരണകൂടവും അന്നത്തെ ജനങ്ങളും വിശ്വസിച്ചിരുന്നത് കൊണ്ടും ഇവിടുത്തെ സത്യാന്വേഷകന്മാർക്ക് തോന്നിയ സത്യം, കണ്ടെത്തിയ സത്യം
അത് ആത്യന്തികമാവട്ടെ, പാരമാർത്ഥികമാവട്ടെ, വ്യാവഹാരികമാവട്ടെ, പ്രാതിഭാസികമാവട്ടെ, അത് തുറന്നു പറയുന്നതിന് ഒരു വിഘാതവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ രാഹുൽ സാഗ്രത്യായനൊക്കെ ഉണ്ടായ ഈ വ്യവസ്ഥാപിത അല്ലെ സംഘടിത മതത്തിൻ്റെ ബ്രാഹ്മണ മതത്തിൻ്റെ ആക്രമണവും അതിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളുമൊക്കെ ഈ മതത്തിൻ്റെ ഭീഷണി, സംഘടിത മതത്തിൻ്റെ ഭീഷണി ഭാരതത്തിലും ഉണ്ടായിരുന്നു എന്നല്ലേ? അത് കാലത്തിൻ്റെ ദൈർഘ്യത്തിൽ അതൊരു പ്രശ്നമേ അല്ല. ഭൂമിയുടെ ജീവിതകാലം കൊണ്ടെടുത്ത് നോക്കണം. ഭൂമിയുടെ ജീവിതകാലം കൊണ്ടെടുത്ത് നോക്കുമ്പോൾ പരിഗണിക്കത്തക്ക വിധത്തിലുള്ള ഒരു ശ്രമം പോലുമല്ല അത്. നമ്മുടെ ചരിത്രത്തിനോട് ഏറ്റവും അടുത്ത് നടന്ന ചില ശ്രമങ്ങളായതുകൊണ്ടാണ് നമുക്കത് വലിയ കാര്യമായി തോന്നുന്നത്. അതൊക്കെ പരിഗണിക്കേണ്ടതില്ലാത്ത അപവാദങ്ങളാണെന്നല്ല, ഒറ്റപ്പെട്ട നിസ്സാരങ്ങളാണ്. അതല്ല, സാരമുള്ളതല്ല. ഇത് സത്യാന്വേഷണം എന്ന് പറയുന്നത് എന്താണ്? ഭൂമി ഉണ്ടായി മനുഷ്യന് വിവരം വെച്ച കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് സത്യാന്വേഷണം. അതുമുതൽ ഇനി ഭൂമി നിലനിൽക്കാൻ പോകുന്ന കാലത്തോളമുള്ള കാലത്തിൻ്റെ അപാര ദൈർഘ്യമുണ്ട്. ഈ കാലത്തിൻ്റെ അപാര ദൈർഘ്യത്തിൽ ഏതെങ്കിലും കാലത്തിൻ്റെ ഒരു ത്യാജ്യമായ ബിന്ദുവിൽ, ആ പരിഗണനീയമായ ബിന്ദുവിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു എതിർപ്പ് ഏതെങ്കിലും ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണരുടെയോ അതും ജാതി ബ്രാഹ്മണരുടെ എതിർപ്പാണ്. ഇപ്പോൾ സഹോദരനയ്യപ്പൻ്റെ തലയിൽ ചാണകം കലക്കി ഒഴിച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഷറിൻ്റെ കൂടെടുത്തിട്ടു, കടിക്കുന്ന ഉറുമ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു സിദ്ധാന്തത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, അതൊക്കെ വളരെ നിസ്സാരമായ. സഹോദരനയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലത്തേക്ക് ഉറുമ്പ് കടിച്ചു എന്നുള്ളതല്ലാതെയും അദ്ദേഹത്തിന് അതിൽ ദുഃഖമോ വേദനയോ ഒക്കെ അപമാനമോ ഒക്കെ തോന്നി ഇരിക്കാമെന്നുള്ളതല്ലാതെ, അന്ന് അദ്ദേഹത്തിനോടൊപ്പം നിന്നവർക്ക് പ്രതിഷേധം തോന്നിയിരിക്കാം എന്നുള്ളതല്ലാതെ, അതൊക്കെ കാലം പരിഗണിക്കുന്ന പ്രവൃത്തികളല്ല. അതെല്ലാം കാലത്തിൽ മാഞ്ഞു പോകും. പല തിന്മകളും കാലത്തിൽ മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഭൂതകാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അത് പരാമർശിച്ചു കഴിഞ്ഞു. ഭൂതകാലം നല്ലതായിരുന്നു, ഭൂതകാലത്ത് നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വർത്തമാനകാലത്ത് ജീവിക്കുന്ന ആളുകൾ പറയാനുള്ള കാരണം അതാണ്. ഭൂതകാലത്തിൽ നിന്ന് കാലം സംഭരിച്ചു കൊണ്ടുവരുന്നത് ആ ഭൂതകാലത്തിൻ്റെ നന്മകളാണ്. അങ്ങനെയാണ് സാംസ്കാരിക ചരിത്രം വരുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ സാംസ്കാരിക ചരിത്രം മനുഷ്യൻ്റെ ഓരോ കാലത്തും ജീവിച്ചിരുന്ന ആളുകളുടെ പ്രവൃത്തികളുടെ സമാഹാരമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലെന്തായിരിക്കും കൂടുതൽ? അതിൽ സംസ്കാരരഹിതമായ പ്രവൃത്തികളായിരിക്കും കൂടുതൽ ചരിത്രത്തിൽ നടക്കുന്നത്. സാംസ്കാരിക പ്രവർത്തനങ്ങളല്ല, പ്രാകൃതമായ പ്രവർത്തനങ്ങളാണ് എക്കാലത്തും ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ജനതയിലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം സാംസ്കാരികമായ ഒരു അന്വേഷണം ഭൂതകാലത്തിൻ്റെ പുറത്തുകൂടി പിന്നിലേക്ക് നടത്തുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നതാണ് പലതരത്തിലുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടായി എന്നുള്ളതാണ്. കോട്ടങ്ങളെല്ലാം വിട്ടുകളഞ്ഞു, കോട്ടങ്ങളെല്ലാം മാഞ്ഞുപോയി, കോട്ടങ്ങളെ കാലം സൂക്ഷിക്കുന്നില്ല. അതാണ് കാരണം. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ എങ്ങനെ വരും? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാഞ്ഞവരായിരുന്നു കൂടുതലും. എത്ര ശതമാനം പേര് പങ്കെടുത്തു? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം. നമ്മൾ ഈ നേരത്തെ മാഷ പറഞ്ഞ ഈ തീക്ഷ്ണശാലികൾ എപ്പോഴും ഈ സത്യം തുറന്നു പറയുകയും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഭാരതത്തിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ, അതായത് സ്ഥാപനങ്ങൾക്കെതിരെ നിലപാടെടുക്കില്ല ഭാരതത്തിൽ. ഇല്ല, സ്വാതന്ത്ര്യ സമര കാലത്തിൽ ദേശീയ പ്രസ്ഥാനമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു അന്നത്തെ മഹാപ്രതിഭയായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനത്തു നിന്ന് മാറി നിൽക്കുകയും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ, അന്നത്തെ ബ്രിട്ടീഷ് രാജാവിന്, ചക്രവർത്തിക്ക് അനുകൂലമായൊരു നിലപാട് എഴുതുകയും നമ്മുടെ ദേശീയ ഗാനം പോലും, ജനഗണമന എന്ന് പറയുന്ന ഗാനം പോലും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണെന്നും ഒരു ചിന്താഗതിയുണ്ട്. വലിയ ഋഷിത്വം ഉണ്ടായിരുന്ന സാഹിത്യകാരനാണ്. ഋഷിത്വം ഉണ്ടായിരുന്ന സാഹിത്യകാരനും ഋഷിയും രണ്ടാളുകളാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ബുദ്ധിജീവികളെക്കുറിച്ചും ഋഷികളെ കുറിച്ചാണ്. തീക്ഷ്ണശാലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋഷിയെയാണ്, മറ്റാരെയും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അവിടെ. ഇതൊക്കെ സാധാരണ കവികളാണ്, സാധാരണ സാഹിത്യകാരന്മാരാണ്. ഋഷികൾ സാഹിത്യകാരന്മാരല്ല. അവരുടെ ആലോചനയിൽ സാഹിത്യവും കൂടി ഉൾപ്പെട്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ കുമാരനാശാനേക്കാളും വലിയ കവിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ അദ്ദേഹം വേദാന്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ടും സമൂഹ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ടും അദ്വൈതി എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിത നാം മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഋഷിക്കാണ് ഏറ്റവും വലിയ കവിത്വമുള്ളത്. അല്ലാത്ത ഒന്നാം കിട കവികളെന്ന് നാം കരുതുന്നവരൊക്കെയും രണ്ടാം കിടക്കാരോ മൂന്നാം കിടക്കാരോ ആണ്. പക്ഷെ അവരിൽ കവിത്വം മാത്രമേ ഉള്ളൂ. പോയറ്റിക് ജീനിയസ് എന്നേ പറയാൻ ഒക്കൂ. ആരെക്കുറിച്ച്? ടാഗോറിനെ കുറിച്ച്. കാമനകളെ അടക്കിയ ആളല്ല. കലാകാരൻ്റെ എല്ലാ ദൗർബല്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഋഷിക്കത്തരം ദൗർബല്യമില്ല. ആ ദൗർബല്യങ്ങളെ അല്ല, ഏത് സാഹചര്യത്തിലും സത്യം തുറന്നു പറയാനും വിളിച്ചു പറയാനുമുള്ള ധൈര്യം അത് കാമനകളെ അടക്കിയ ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഋഷിക്ക് മാത്രമേ സാധിക്കൂ. അത്രമേ സാധിക്കൂ. കാരണം സത്യം പറയുന്നത്, സത്യം വർത്തമാനകാലത്തിൻ്റെ സത്യം ഇന്നതാണെന്ന് തുറന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തുള്ളവരെല്ലാം നമുക്കെതിരാവും. അനന്തര തലമുറയാണ് അന്ന് അയാൾ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് കണ്ടെത്തുന്നത് അനന്തര തലമുറയായിരിക്കും. ആ അനന്തര തലമുറയുടെ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് അന്നത്തെ സത്യം വിളിച്ചു പറയുന്നവനും ഇതുതന്നെയാണ് അനുഭവം. ജനങ്ങളുടെ എതിർപ്പിന് വിധേയരാകും. സന്യാസിമാർ, ഇവിടുത്തെ വലിയ സന്യാസിമാരും ഋഷിമാരും സന്യാസിയും കൂടിയായ ഇവിടുത്തെ ഋഷിമാർ അത്രയും എതിർപ്പിന് വിധേയമാകാഞ്ഞത് അവർക്ക് ശപിക്കാനുള്ള ശക്തി ഉണ്ട് എന്നറിയാമായിരുന്നതുകൊണ്ടാണ്. അല്ല, പക്ഷെ അങ്ങനെ ഈ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അത് വകവയ്ക്കാതെ സത്യം തുറന്നു പറയുന്ന, സത്യം വിളിച്ചു പറയുന്ന, അപ്രിയങ്ങളായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നില്ല. ധാരാളമില്ല. അത് സത്യമെന്ന് തോന്നുന്നത് അവർ പറയുന്നു എന്നേ ഉള്ളൂ. ആർക്ക്? നമുക്ക് തോന്നുന്നത്. സത്യമെന്ന് അവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ സാമൂഹിക നേതാക്കന്മാരോ പറയുന്നതൊന്നും സത്യമാണെന്ന് അവർ പോലും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് അവർ സത്യം എന്നുള്ള നിലയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സത്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രസ്താവങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ച ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യങ്ങൾ കണ്ടെത്തുകയും അത് പറയുകയും ചെയ്യുക. അത്തരം ഒരു ആത്യന്തികമായ സത്യത്തിൻ്റെ നിഴലാണ് ആർക്ക് തോന്നിയത്? ന്യൂട്ടന് തോന്നിയത്. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹം നിയന്ത്രിച്ചത് തിരുസഭ അദ്ദേഹത്തിൻ്റെ നേരെ നടപടിയെടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, അത് ഈശ്വരന് തന്നെ എതിരായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഭാരതത്തിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരിക്കാൻ കാരണം ഇവിടെ ഈ ദർശനത്തിന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ മിത്തോളജി ഉണ്ടായത്. അതുകൊണ്ടായിരിക്കണോ? മറ്റവിടെ മതത്തിൻ്റെ ചൂടുപറ്റിയാണ് ഈ ദർശനവും അല്ലെങ്കിൽ അവിടുത്തെ ഫിലോസഫിയും ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളൊരു വ്യത്യാസമായിരിക്കും. സത്യം ഇവിടെ തുറന്നു പറഞ്ഞതിന് കാരണമോ? കാരണം ദർശനത്തിനായിരുന്നു പ്രാധാന്യം. ഇവിടെ ദൈവചിന്തയും അല്ലെങ്കിൽ ഇവിടുത്തെ മിത്തോളജിയും എല്ലാം അത് രണ്ടാം സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. അതല്ല കാരണം. ബോധ്യപ്പെട്ട സത്യം തുറന്നു പറയുന്നതിന് ധീരത വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. ധീരത ഇല്ലെങ്കിൽ അത് പറയാനൊക്കില്ല. പ്രത്യേകിച്ച് സമൂഹത്തിനെതിരാണെങ്കിൽ. മതത്തിൻ്റെ ചട്ടക്കൂടില്ലെങ്കിലും അവരുടെ വർത്തമാനകാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെതിരാണ് എന്ന് വരുന്ന സംഗതികൾ പറയാൻ മടിക്കും ആരായാലും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരായിരിക്കണം, തെക്തജീവിതന്മാരായിരിക്കണം. അപ്പോൾ സന്യാസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെക്തജീവിതൻ എന്നാണ്. യോഗിയാവാത്ത ഒരാൾക്ക് സന്യാസിയാവാൻ സാധ്യമല്ല. അപ്പോൾ യോഗികൾക്ക് ഇതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർ കണ്ടെത്തിയ സത്യം അവർ പറയും. യോഗി അല്ലാത്ത സത്യാന്വേഷകന്മാരാണ് ശാസ്ത്രജ്ഞന്മാർ. സന്യാസിമാരുമല്ല, യോഗികളുമല്ല, പക്ഷേ സത്യാന്വേഷകന്മാരാണ്. ഭൗതിക സത്യം അന്വേഷിക്കുകയാണ്. ആധ്യാത്മിക സത്യമല്ല അന്വേഷിക്കുന്നത്, ഭൗതിക സത്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭൗതിക ചിന്ത മുന്നിൽ നിൽക്കും. അവർ ഭൗതിക ചിന്തകന്മാരായതുകൊണ്ട് അത് തൽക്കാലം പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് രാഷ്ട്രത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും മതസ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നവർ ഭയപ്പെടും. എന്നിട്ടത് പറയാതിരിക്കും. ഇപ്പോൾ മെൻ്റലിൻ്റെ തിയറി, പാരമ്പര്യ സിദ്ധാന്തം അദ്ദേഹം കണ്ടെത്തിയെങ്കിലും പറഞ്ഞില്ല. സ്വയം പുരോഹിതനായിരുന്നു. മെൻ്റലിസം എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെയാണ് മാതാപിതാക്കളുടെ പാരമ്പര്യം പിന്നീട് തലമുറകളിലൂടെ പകർന്നു പോകുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സസ്യശാസ്ത്രപരമായ കണ്ടുപിടുത്തമായിരുന്നു, പറഞ്ഞില്ല. അതും ഇതുകൊണ്ടാണ്. തിരുസഭയെ പേടിച്ചിട്ട് മാത്രമല്ല, തൻ്റെ കണ്ടെത്തലിൽ തനിക്ക് തന്നെ പരിപൂർണമായ വിശ്വാസമില്ല. തന്നെക്കാളുമൊക്കെ എത്രയോ വലുതാണ് ഈശ്വരൻ്റെ ശക്തി. അപ്പം അങ്ങനെ ഈശ്വരശക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിന്ന് പോരുന്ന, ദൈവശാസ്ത്രപ്രകാരം നിലനിന്ന് പോരുന്ന ഒരു പാരമ്പര്യ സിദ്ധാന്തത്തിനെതിരായിട്ട് തനിക്ക് തോന്നിയ
അത് സത്യമാണെന്ന് എനിക്ക് തോന്നുമെങ്കിലും അത് സത്യമല്ലെങ്കിലോ, അതുകൊണ്ട് അദ്ദേഹം പറയാതിരുന്നു. ഇവിടെ അങ്ങനെ ഇരിക്കില്ല, ഇവിടെ അത് പറയും. ഏതെങ്കിലും ഒരു സംഘബലമില്ലാതെ ഒരാൾ ചെന്നിട്ട് ധൃതരാഷ്ട്രം പോലെയുള്ളൊരു ഭരണാധികാരി അടുത്ത് ചെന്നിട്ട് നീ കള്ളനാണെന്ന് പറയൂ? പറയില്ല. പോരാനൊക്കില്ല ഇവിടെ. നീ അല്ലെങ്കിൽ അവനെ ശപിച്ച് അവിടെ മുഴുവനും കത്തിച്ചിട്ടേ അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ, അല്ലാതെ അവിടെ നിന്ന് പോരൽ എളുപ്പമായിരിക്കില്ല. അപ്പോൾ അത് സത്യമല്ലാത്തൊരു വസ്തുതയാണ്. പറയും ആ വസ്തുത അങ്ങ് തുറന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇത് പറയില്ല. വെറുതെ രാജാവിനെ മുഷിപ്പിക്കേണ്ട, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും ഭരണാധികാരത്തിലിരിക്കുന്ന ഒരാളെ മുഷിപ്പിക്കണ്ട എന്നേ കരുതൂ. സന്യാസി അതുകൊണ്ട് അത് അദ്ദേഹം കരുതിയില്ല. സന്യാസിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള സന്യാസി ആയതുകൊണ്ട് അദ്ദേഹം കരുതിയില്ല. കാരണം അത് വളരെ അപ്രിയമായ സത്യമാണ്. എന്നാൽ സത്യം അപ്രിയം ബ്രൂയാത്, അപ്രിയമായ സത്യം പറയാതിരിക്കണമെന്നാണ്. അത് പറഞ്ഞു കഴിയുന്നില്ല. അദ്ദേഹത്തിന് അത് പറയാനും കൂസലുണ്ടായിരുന്നില്ല, അദ്ദേഹം അങ്ങ് പറഞ്ഞു. അങ്ങനെ വരാം, അത് സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സാധാരണഗതിയിൽ ജനങ്ങൾക്കെതിരായ ഒരു സത്യം പറയാൻ, സ്ഥാപനങ്ങൾക്കെതിരായ സത്യം പറയാൻ, ഭരണകൂടത്തിനെതിരായ സത്യം പറയാൻ മടിക്കും. പറയുന്നവരില്ലെന്നല്ല, പറയുമ്പോൾ അതിൻ്റെ അനുഭവം ഉണ്ടാവും ഏതെങ്കിലും തരത്തിൽ. ചിലപ്പോൾ ആ അനുഭവം കിട്ടുന്നത് നാം അറിഞ്ഞോളണമെന്നില്ല. സ്റ്റാലിനെതിരായി, സ്റ്റാലിനേക്കാളും ബുദ്ധിമാനാണ്, സ്റ്റാലിനേക്കാളും വലിയ സംഘാടകനാണ്. റഷ്യയിൽ നിൽക്കാൻ പറ്റില്ല. റഷ്യക്ക് പുറത്തുപോയി അവിടെ ജീവിക്കാൻ പറ്റില്ല. അവിടെ ഏജൻറ്റിനെ വിട്ട് ഐസാക്സിന് മഞ്ഞ് കോടാലിക്ക് തലക്കിലടിച്ച് കൊല്ലിച്ചു. അന്നത് ആരാണെന്ന് അറിഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെ സ്റ്റാലിനെ ഭയപ്പെടാത്തത് കൊണ്ട് ചരിത്രപരമായ വസ്തുതകളൊക്കെ തെളിഞ്ഞു. അപ്പോൾ സത്യം തുറന്നു പറയുക എന്നതും സത്യം കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരം, സത്യം തുറന്നു പറയുക എന്നുള്ളത് അതിനേക്കാളും ദുഷ്കരം. ഈ രാഷ്ട്രീയത്തിൽ പറയുന്ന അന്യോന്യം പറയുന്ന നുണകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യം ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെട്ട സാക്ഷാത്കൃതമായ സത്യം തുറന്നു പറയുന്നതിന് അനേകം ധീരതകൾ വേണം. ഒന്ന്, അത് പൂർണ്ണമായും സത്യമാണെന്ന് താൻ തന്നെ ബോധ്യപ്പെടണം. അപ്പോൾ അത് ധൈഷണികമായ ധീരതയാണ്, അത് വേണം. പ്രജ്ഞാപരമായ ധീരത വേണം. പിന്നെ അതിൻ്റെ പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ തൃണവൽഗണിക്കാനുള്ള ധീരത വേണം. അതായത് ജനങ്ങളെ അവഗണിക്കുക, ജനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധ്യമല്ല. പരിഷ്കാരത്തിന്, സംസ്കാരത്തിനൊന്നും ജനങ്ങൾ പലപ്പോഴും അനുകൂലമല്ല. ജനങ്ങൾ നാഗരികതയ്ക്ക് മാത്രമാണ് അനുകൂലം. പുതിയ പുതിയ സാധനങ്ങൾ കിട്ടും, കൗതുക വസ്തുക്കൾ കിട്ടും, നെല്ല് കുത്തുന്നതിന് വരെ നെല്ല് കുത്താനുള്ള യന്ത്രം കിട്ടും. ഇതൊക്കെയാണ് പരിഷ്കാരങ്ങൾ. യാന്ത്രികമായതെല്ലാം പരിഷ്കാരങ്ങളാണ്. അത്തരം പരിഷ്കാരങ്ങളോടും നാഗരികതകളോടുമാണ് ജനങ്ങൾക്ക്. ഭൗതിക വസ്തുക്കളുടെ ഭോഗസമൃദ്ധികളുടെ കൂമ്പാരമുള്ള വ്യവസ്ഥയാണ് അവർക്കിഷ്ടം.